Hello, good morning. Good morning. Morning, sir. Okay, ready ആണോ എല്ലാവരും? കേറിയാ? ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്ന് തോന്നുന്നത്. കഴിഞ്ഞ ആഴ്ചയില് 25 ഞാൻ തുടങ്ങുന്ന സമയത്ത് ഉണ്ടായുള്ളൂ. ഇപ്പൊ അതൊരു 40 ആയിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആൻസർ ചെയ്തിട്ട് വരാൻ പറഞ്ഞിരുന്നു. എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടോ? ആൻസർ ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഓക്കെ, നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. കറക്റ്റ് ആൻസേഴ്സ് ഒക്കെ ആണോ നിങ്ങൾക്ക് കിട്ടിയേക്കണേന്ന് നോക്കണ്ടേ നമുക്ക്? അല്ലെങ്കിൽ വെറുതെ ക്വസ്റ്റ്യൻ മാത്രം എഴുതിയിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ടൊന്ന് ആൻസർ ഒക്കെ ശരിയാണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സൗണ്ടിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് പറയാമോ? സബീറ, എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ? ക്വസ്റ്റ്യൻ വായിച്ചിട്ടൊന്ന് വേഗം ആൻസർ പറഞ്ഞേ. ക്വസ്റ്റ്യൻ വായിക്കാം, അതർവൈസ് എന്താന്നാ പറ്റുക. അല്ലെങ്കിൽ ചില ആൾക്കാർ ഏത് ക്വസ്റ്റ്യൻ ആണാവോ, ഏതിന്റെ ഉത്തരാണാവോ ഈ പറയണേന്നൊക്കെ അവിടെ ഇരുന്ന് ഇടയ്ക്ക് കയറുന്നവർക്ക് അപ്പൊ അതൊന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല. സബീറ ഉണ്ടോ? Physiotherapy comes under dash in supportive department. Physiotherapy comes under dash in supportive department എന്നായിരുന്നു ചോദ്യം. And the answer is Therapeutic. എല്ലാവരും അത് തന്നെയാണോ എഴുതിയിരിക്കുന്നത്? തെറാപ്യൂട്ടിക് എന്നാണോ എല്ലാവരും എഴുതിയിരിക്കുന്നത്? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാമത്തേത്. തൻഹ, ഒന്ന് വായിക്കാമോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? തൻഹ പെട്ടെന്ന് പെട്ടെന്ന് വായിച്ചാൽ അടുത്ത ചാപ്റ്റർ വേഗം വേഗം എടുത്തു തീർക്കാം. വേഗം ആവണം. തൻഹീല. നെക്സ്റ്റ് വൺ സുനിത. സുനിത വായിക്കാമോ? സൗണ്ട് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് വായിക്കുക പറയുന്ന ആൾക്കാര്. ഞാനിവിടെ ഓരോരുത്തരുടെ പേര് വിളിക്കണ്ട, നിങ്ങളുടെ സൗണ്ട് ഒക്കെ ഒന്ന് കേൾക്കട്ടെ. ചിലര് ഒട്ടും സൗണ്ട് കേട്ടിട്ടില്ല, ചിലര് എളുപ്പം എന്ത് ചോദിച്ചാലും അതിനപ്പം തന്നെ മറുപടികൾ പറയുന്നുണ്ട്. ചില ആളുകൾക്ക് ഒരു റെസ്പോൺസ് ഇല്ല. തൻഹ ഇല്ല, സുനിത ഇല്ല, അല്ലേ? ഓണാക്കാൻ പറ്റില്ല, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. എനി പ്രോബ്ലം? ഹലോ മാം. പറയൂ. ലബോറട്ടറി ആൻഡ് റേഡിയോളജി ഈസ് ഡാഷ് ഓഫ് സപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണ്, അതാണ് ക്വസ്റ്റ്യൻ മാം. അതെ അതെ അതെ, ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. ഡയഗ്നോസ്റ്റിക്സ്. യെസ്, ഡയഗ്നോസ്റ്റിക്സ് എന്നാണ് അതിന്റെ ആൻസർ. വെരി ഗുഡ്. ലബോറട്ടറിയും റേഡിയോളജിയും ഏത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിലെ ഏത് വിഭാഗത്തിലാ വരിക എന്നാണ് ചോദ്യമായിരുന്നത്. അത് ഡയഗ്നോസ്റ്റിക് ആണ്. അപ്പൊ ചിലപ്പോൾ ഡയഗ്നോസ്റ്റിക് എന്ന, തെറാപ്യൂട്ടിക് എന്ന, ജനറൽ എന്നൊക്കെ പറഞ്ഞ് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അറിയാമെങ്കിൽ നമുക്കത് ടിക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ഓപ്ഷൻസ് ഇത് മാത്രം തിരഞ്ഞെടുക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ മാത്രം പഠിക്കരുത് നിങ്ങൾ ഒരിക്കലും. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നത്. അപ്പൊ രണ്ടാമത്തേന്റെ ആൻസർ ഡയഗ്നോസ്റ്റിക് ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മൂന്നാമത്തേത് വായിച്ചേ ശ്രുതി. ശ്രുതി വായിക്കാമോ? തേർഡ് ക്വസ്റ്റ്യൻ വായിക്കാം. വേഗം വേഗം ഒന്ന് പറയൂ. ശ്രുതി ഉണ്ടോ? രണ്ട് ശ്രുതി ഉണ്ട്. ഒരു ശ്രുതി എസ്, ഒരു ശ്രുതി സമിത്ത് കാണുന്നുണ്ട്. എനിബഡി? ഏതെങ്കിലും ഒരു ശ്രുതി? ഓക്കെ, ശ്രുതി എസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? അതെ അതെ, ക്വസ്റ്റ്യൻ മൂന്നാമത്തെയാണ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആർ ക്ലാസിഫൈഡ് ആസ് ഡാഷ് ആൻഡ് ഡാഷ്. ഇൻപേഷ്യന്റ് സർവീസ് ആൻഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്.
യെസ്, ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. IPD അല്ലെങ്കിൽ OPD, ഇത് രണ്ടും അങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് ആൻസർ ആണ്. IPDയുടെയും OPDയുടെയും ഫുൾ ഫോം പോലെ എഴുതിയാലും കുഴപ്പമില്ല. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് രണ്ടായിട്ട്. നമ്മൾ എന്തിനാ ഈ ക്വസ്റ്റ്യൻ എഴുതുന്നതും എന്റെ ആൻസേഴ്സ് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നതെന്ന് അറിയോ? ഒരു ജസ്റ്റ് വൺ ടൈപ്പ് ഓഫ് റിവിഷൻ ആണ്. ഇനി എക്സാമിന്റെ സമയത്ത് റിവിഷൻ ഒന്നും തരില്ല. ഓക്കെ, അപ്പൊ ആ ഒരു പാഠം ഫുൾ ഇത്രയും സമയം നമ്മൾ കൊണ്ടെടുത്ത് തീർത്തതാണ്. കുറച്ച് അധികം ആഴ്ചകൾ കൊണ്ടാണ് എടുത്ത് തീർത്തത്, നിങ്ങൾക്കറിയാം. അപ്പൊ അത്രയും ഡിസ്റ്റന്റിൽ കിടക്കുന്ന തുടക്കം തുടങ്ങിയുള്ളത് നമ്മളൊന്നുകൂടി റിവൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൂടിയാണ് ഈ ഒരു ഇങ്ങനെ ലാസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് തരുന്നതിന്റെയും നിങ്ങളെ കൊണ്ട് ആൻസർ ചെയ്യിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം. അല്ലാതെ നമ്മുടെ സമയം കളയുക എന്നുള്ളതല്ല. ഇപ്പൊ സമയം വെറുതെ കളയരുത്. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുക. അടുത്തൊരു ശ്രുതി കൂടി ഉണ്ടായിരുന്നല്ലോ അതിന്റെ മുകളില്. നെക്സ്റ്റ് ശ്രുതി സമീത് ഒന്ന് വായിക്കാമോ? അടുത്ത ക്വസ്റ്റ്യൻ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോറി, 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ശ്രുതി ഇല്ല. ശ്രീലക്ഷ്മി വായിക്കാമോ? ശ്രീലക്ഷ്മി. സൗമ്യ. സൗമ്യ. ഷൈനി മാത്യു. ഷൈനി മാത്യു ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാത്തയാവോ? ഷൈനി ഉണ്ടോ? ഷൈനി ഇല്ല. ഷംന ഉണ്ടോ? ഷംന ഷാലു. ഞാനിപ്പോ ഒരാളെ കൊണ്ട് എല്ലാം കൂടി വായിപ്പിക്കും. പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന ചില കുട്ടികളുണ്ട് ഇവിടെ, അവരെ കൊണ്ട് ഞാൻ വായിപ്പിക്കും. ആ, ആരത്? ശ്രുതി. Shruti. വായിക്ക്. General surgery is included of medical department. General surgery is included in dash of medical department. എന്താ എന്റെ ആൻസർ? Outpatient service. ഔട്ട്പേഷ്യന്റ് സർവീസ്. ഔട്ട്പേഷ്യന്റ് സർവീസ് എന്നാണ് ആൻസർ ചെയ്തിരിക്കുക അല്ലെ. ഔട്ട്പേഷ്യന്റ് ഇൻപേഷ്യന്റ് സർവീസുകളില് ഇൻപേഷ്യന്റ് സർവീസസിൽ ഒരു ലിസ്റ്റ് ഉണ്ട്, അതുപോലെ ഔട്ട്പേഷ്യന്റ് സർവീസസിലും ഒരു ലിസ്റ്റിൽ ഒരു ക്ലാസിഫിക്കേഷൻ കിടക്കുന്നുണ്ട്. ആ വിഭാഗത്തിലാണ് നമ്മുടെ ജനറൽ സർജറി വന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഷൈനി മാത്യു ഉണ്ടോ? അടുത്തത് വായിക്കാമോ? 5th ക്വസ്റ്റ്യൻ. വായിക്ക്. Dash is the department mainly concerned on providing quality patient care to elderly people. എന്താണ് ആൻസർ ചെയ്തേ? Geriatrics. Very good. Geriatrics. Dash is the department mainly concentrated on providing quality patient care to elderly people എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അത് ജെറിയാട്രിക്സ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഷംന വായിക്കാമോ? ഷംന ഉണ്ടോ? ഇല്ല. ഷജിന. അടുത്ത ക്വസ്റ്റ്യനും ആൻസർ ഒന്ന് വായിക്കാമോ? ഷജിന ഇല്ല. സരി ഉണ്ടോ? ശരണ്യ CK. ശരണ്യ ഇല്ല. സന്ധ്യ ഉണ്ടോ? സന്ധ്യ. വായിക്കേ. കൺസൾട്ടേഷൻ 7th ക്വസ്റ്റ്യൻ അല്ലേ മാം? 6th ക്വസ്റ്റ്യൻ ആണ്. 6th one. Labor's room and maternity ward are dash services in medical department. Obstetrics. Labor rooms and maternity wards are dash services in medical department എന്നാണ് ചോദ്യം. Is it right? ശരിയാണോ റിൻസി? അങ്ങനെയാണോ എല്ലാവരും എഴുതിയിരിക്കുന്നത്? ഇനി IPD അല്ലേ? IPD ആണ്. ഇൻപേഷ്യന്റ് സർവീസ് ആണ് കേട്ടോ. ഇൻപേഷ്യന്റ് സർവീസസിലാണ്. ഏത് സർവീസസിലാണ് അത് പെട്ടേക്കണേന്നാണ് ചോദ്യം. നമ്മുടെ ലേബർ റൂംസും അതുപോലെ മെറ്റേണിറ്റി വാർഡ്സും ഡാഷ് സർവീസസ് ഇൻ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നന്നായി വായിക്കണം, ഇങ്ങനെയൊക്കെ തെറ്റുകൾ വരാൻ സാധ്യതകളുണ്ട്. നമ്മളോട് ചോദിച്ചത് അതാണ്. മെറ്റേണിറ്റി വാർഡും ലേബർ റൂമുകളും ഒക്കെ നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിലെ ഏത് സേവന വിഭാഗത്തിൽ പെടും? IPD ഉണ്ട്, OPD ഉണ്ട്, അതിലേതിൽ പെടുന്നതാണ്. അപ്പോൾ യെസ്. അടുത്ത ക്വസ്റ്റ്യൻ 7th ക്വസ്റ്റ്യൻ വായിക്കാമോ? റീനയ്ക്ക് വായിക്കാൻ പറ്റുമോ?
രതീഷ് ഉണ്ടോ? വായിക്കേ. Consultation doctors are usually appointed to handle dash outpatient department. യെസ്, വെരി ഗുഡ്. കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആണ് ഈ പറയുന്ന, അതായത് ഡാഷ് ഹാൻഡിൽ ചെയ്യുന്നത്. ഏതാണ് ഹാൻഡിൽ ചെയ്യുന്നത്? OPD, അതായത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡാഷ് ഡോക്ടേഴ്സ് യൂഷ്വലി അപ്പോയിന്റഡ് ടു ഹാൻഡിൽ OPD, അങ്ങനെയും ചോദിക്കാം, തിരിച്ചു മറിച്ചു ആകാം. അപ്പൊ കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് എന്നുള്ള ഉത്തരമാണ് നമ്മൾ കൊടുക്കേണ്ടത്. 8ാമത്തെ ക്വസ്റ്റ്യൻ പ്രിയ. പ്രിയ പറയാമോ 8ാമത്തെ ക്വസ്റ്റ്യൻ? ഇല്ല. നസ്രീൻ ക്ലാസ് കൂടാനേ പറ്റുള്ളൂ. പറഞ്ഞു. ക്ലാസ് അറ്റൻഡ് ചെയ്യാനേ പറ്റുള്ളൂ. പറ്റിയില്ല. പറയാൻ സംസാരിക്കാൻ പറ്റില്ല. സർജറി കഴിഞ്ഞിരിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. നസ്രീൻ പറയാമോ? എയ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. Dash is the department in which people come to the hospital for consultation but not for admission. Outpatient department. Outpatient department, OPD ആണ്. Dash is the department in which the people come to hospital for consultation but not for admission. Admission വേണ്ടി വരുന്നതല്ല, കൺസൾട്ടേഷൻ വേണ്ടി എന്നുള്ള ഉദ്ദേശത്തോടെ ഹോസ്പിറ്റലിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ് എന്നാണ്. OPD ആണ്. ഓക്കെ, നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ. നെഹ്റീൻ പറയാമോ? 9. Casualty department and emergency department are also called dash. Accident and emergency department. Very good. Okay. Casualty ഡിപ്പാർട്ട്മെന്റിനെയും എമർജൻസി ഡിപ്പാർട്ട്മെന്റും വേറെയും ഒരു പേരുണ്ട്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് തന്നെയാണ്. ഓക്കെ, 9ാമത്തെ കഴിഞ്ഞു. 10ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. മുഗിൻ ദാസ് പറയാമോ? അക്കൗണ്ടുള്ളതാരാ? MUGIN. How to pronounce? മുഗിൻ എന്നാണോ മുജിൻ എന്നാണോ എന്നറിയില്ല, ആളില്ല. ഓക്കെ, മോനീഷ പറയാമോ? 10ാമത്തെ ക്വസ്റ്റ്യൻ. Yes, miss. വേഗം. Dash department should be well equipped with all kinds of emergencies. Casualty or A&E department. അതെ. ഡാഷ് ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി വെൽ എക്യുപ്ഡ് വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് എമർജൻസീസ്. എല്ലാ എമർജൻസീസും ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്ന വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത്. എല്ലാ എമർജൻസീസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്. കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, A&E ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ അതിന്റെ പേര് പറയാം. എല്ലാത്തിന്റെ പേര് ഓർത്തിരിക്കാം. 11th ക്വസ്റ്റ്യൻ ആണ്. മേഘ പറയാമോ? മേഘ. Yes. The biggest area of heart diseases is dash. Coronary artery disease. CAD. ഓക്കെ, അപ്പൊ എല്ലാ ഹാർട്ട് ഡിസീസിന്റെ ഒരു വൈഡ് ഏരിയ കവർ ചെയ്യുന്ന രോഗം അതാണ് CAD അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ. മാളൂട്ടി പറയാമോ? മാളൂട്ടി ഉണ്ടോ? Yes, ma'am. 12. Dash anesthesia is provided usually by dentist. Local anesthesia. വെരി ഗുഡ്. ലോക്കൽ അനസ്തേഷ്യ ആണ് സാധാരണ ഡെന്റിസ്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്ന അനസ്തേഷ്യ അല്ലെ. നമ്മൾ 3 തരത്തിലുള്ള അനസ്തേഷ്യാസ് പ്രൊവൈഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിസീസസ്, രോഗം, അതുപോലെ തന്നെ സർജറി ഏത് രീതിയിലുള്ളതാണെന്നൊക്കെ നോക്കിയിട്ടാണ് അത്തരം അനസ്തേഷ്യാസ് പ്രൊവൈഡ് ചെയ്യുക. ഡെന്റിസ്റ്റുകൾ യൂഷ്വലി ഹാൻഡിൽ ചെയ്യുന്ന അനസ്തേഷ്യയുടെ പേരാണ് ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. മൈജു ജോസഫ് പറയാമോ? മൈജു ജോസഫ്. അടുത്ത ആള് ലയ ഉണ്ടോ? ഇല്ല. ജ്യോതി. Hello. പറഞ്ഞോ. Patient's blood pressure, heart rhythm, temperature level, etc. are monitored in dash anesthesia. Regional anesthesia. Yes, good. Regional anesthesiയിലാണ് പേഷ്യന്റിന്റെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യേണ്ടത്. പേഷ്യന്റിന്റെ ഹാർട്ട് റിതം നോക്കണം, ടെമ്പറേച്ചർ നോക്കണം, അതുപോലെ തന്നെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് നോക്കണം, BP അല്ലെ ബ്ലഡ് പ്രഷർ ഒക്കെ ചെക്ക് ചെയ്യണം. മോണിറ്റർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് റീജിയണൽ അനസ്തേഷ്യയില്. അടുത്ത 14th ക്വസ്റ്റ്യൻ ആണ്. ജുബൈരിയ
Yes, ma'am. പറഞ്ഞോ. Critical care unit is the other name for dash. ആ Intensive care unit, ICU. ഓക്കെ, ICU അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ മറ്റൊരു പേരാണ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിന്റെ മറ്റൊരു പേരാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. രണ്ട് പേരുകളൊക്കെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അടുത്തത് 15. ക്വസ്റ്റ്യൻ വായിച്ചേ. ജിതേഷ്. ജിതേഷ് ഇല്ല? ജിതയുണ്ടോ? Yes, ma'am. പറഞ്ഞോ. ENT surgeon is called dash. ആ Otolaryngologist. അതെ, ഈ സർജനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓട്ടോലറിംഗോളജിസ്റ്റ് അല്ലെ. ഓട്ടോലറിംഗോളജിസ്റ്റ് പേര് മറക്കരുത് കേട്ടോ. അടുത്തത് 16 ക്വസ്റ്റ്യൻ വായിച്ച ജിൻസി. 16. പാസ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ക്യൂർ ചെയ്യുന്നത് ENT ഡിപ്പാർട്ട്മെന്റിലാണ്. എല്ലാവരും എഴുതിയേക്കണ ആൻസർ കൂടി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വായിപ്പിക്കുന്നത്. എല്ലാവരെയും കൂടി കൂട്ടത്തോടെ വായിപ്പിക്കാൻ ആൻസർ പറയിപ്പിച്ച അത് എല്ലാവർക്കും മനസ്സിലാവില്ല എന്താണ് ഉത്തരം എന്ന്, ക്ലിയർ ആകില്ല. അതിനു വേണ്ടിയിട്ട് അത് വായിപ്പിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. അടുത്തത് 17 ക്വസ്റ്റ്യൻ. ജിൻസി അനീഷ് ഒന്ന് വായിക്കാമോ? ജിൻസി അനീഷ് 17. പെട്ടെന്ന് വിട്ടെ. എനിക്ക് എന്റെ അടുത്ത് ചാപ്റ്റർ തീർക്കണം. നിങ്ങളുടെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ 3 months കഴിഞ്ഞാൽ നമ്മളുടെ എക്സാം ആണേ, ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളൊക്കെ വരുമ്പോ. അപ്പൊ എന്റെയൊക്കെ മുമ്പ് നമ്മളുടെ ചാപ്റ്റേഴ്സ് ഒക്കെ തീർത്ത് എടുക്കണേ. അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട്. എപ്പോഴെങ്കിലും തീർന്നാ പോരാ. ഒരു ഡ്യൂറേഷൻ ഒക്കെ ഉണ്ട്. ഇല്ല, ജിൻസി അനീഷ് ഇല്ല. ഓക്കെ, ലൈമി ജോൺസൺ അങ്ങനെയാണോന്നാവോ? ലൈമി ഇല്ല. ഇർഫാന ഉണ്ടോ? ഇർഫാന ഇല്ല. ഹെയറിൻ ഷാബിൻ ഉണ്ടോ? ഹെയറിൻ ഷാബിൻ വായിക്കും. 17 ക്വസ്റ്റ്യൻ വായിക്കാം. Endocrine system included in dash. Endocrinology. ക്വസ്റ്റ്യൻ അങ്ങനെയാണോ? എൻഡോക്രൈൻ സിസ്റ്റം Included in dash. ഇൻക്ലൂഡഡ് ഇൻ ഡാഷ് എന്നാണോ അല്ലെങ്കിൽ ഇൻക്ലൂഡ്സ് ഡാഷ് എന്നാണോ? Includes dash എന്നാണോ? ഇൻക്ലൂഡ്സ് ഡാഷ് എന്നാണ്. എൻഡോക്രൈൻ സിസ്റ്റത്തിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, മെയിൻ ആയിട്ടുള്ള ഓർഗൻസ് ഏതൊക്കെയാണ് എൻഡോക്രൈൻ സിസ്റ്റത്തിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അപ്പോ ഏതൊക്കെ ഓർഗൻസ് അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്? അയ്യോ, അതറിഞ്ഞൂടാ മാം. ക്വസ്റ്റ്യൻ മാറിപ്പോയി അല്ലേ? ഇൻക്ലൂഡ്സ് എന്നാണ് കേട്ടോ. അതൊന്ന് തെറ്റി ആൻസറും തിരുത്താം കേട്ടോ. എൽമ ഒന്ന് പറയാമോ? എൽമ ഒന്ന് ആൻസർ പറഞ്ഞു കൊടുത്തേ. എന്താ എഴുതിയിരിക്കുന്നതെന്ന്? എൻഡോക്രൈൻ സിസ്റ്റം ഇൻക്ലൂഡ് പാൻക്രിയാസ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, പീനിയൽ, hypothalamus, adrenal, and pituitary glands, and the ovaries. ഓക്കെ, ഇതൊക്കെയാണ്. അപ്പൊ ഇതിനകത്ത് ചിലപ്പോ ഏതെങ്കിലുമൊക്കെ 2 തന്ന് 3 തന്നിട്ട് ഒരെണ്ണം അതിൽപ്പെടാത്തതൊക്കെ തരും. എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നത്. അപ്പൊ എല്ലാം 3 തന്നിട്ട് ചിലപ്പോ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കും. അതിൽ 3 തന്നിട്ട് വേറെ ഏതെങ്കിലും തന്നിട്ട് അതിനകത്ത് നണ്ടെന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ കൊടുക്കും. അപ്പൊ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുന്ന ആ ഓർഗൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഏതിൽ വരുന്നു എന്നല്ല, എന്തൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ക്വസ്റ്റ്യൻ ആയിരുന്നത് കേട്ടോ. അടുത്ത ആള് എൻഡോക്രൈൻ സിസ്റ്റം 17 ക്വസ്റ്റ്യൻ ആയിരുന്നു. 18 ക്വസ്റ്റ്യൻ വായിക്കാം. ദിൽന 18. Dash is the medical specialty that deals with the study of hormones and hormones related to glands. Endocrinology. വെരി ഗുഡ്. എൻഡോക്രൈനോളജി ആണ്. ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഗ്ലാൻസിനെ കുറിച്ചിട്ടുള്ള പഠനം നടത്തുന്ന മെഡിക്കൽ ശാസ്ത്ര ശാഖയാണ് എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. അതും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. എൻഡോക്രൈൻ സിസ്റ്റം കൂടാതെ ഈ ഹോർമോൺസ് ആൻഡ് ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഗ്ലാൻഡും പെടുന്നതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് 19 ക്വസ്റ്റ്യൻ ആണ്. ആരത്? ചഞ്ജിത് അപ്പു ആണ്. വായിക്കാമോ? ഉണ്ടോ? ചന്ദന ഉണ്ടോ? ഇല്ല. ബിമിത വായിക്കേ. Therapy unit and palliative care services are provided by dash department. Geriatrics,
അതെ, ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ് ഈ തെറാപ്പി, മൊബൈൽ തെറാപ്പി യൂണിറ്റുകളും പാലിയേറ്റീവ് കെയർ യൂണിറ്റ് സർവീസസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് വയസ്സായവർക്ക് വേണ്ടിയിട്ട്. അവരെ അധിവസിപ്പിച്ച് അവർക്ക് വേണ്ട തെറാപ്പി ട്രീറ്റ്മെന്റുകളും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ചില എക്യുപ്മെന്റുകളൊക്കെ ഉണ്ടല്ലോ, കിടപ്പിലായി ബെഡ് റിഡൻ ആയിട്ടുള്ള രോഗികൾക്ക് വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ്, ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നത്. 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അടുത്ത വായിക്കേണ്ട. ആതിര ഇല്ല. അശ്വതി AS ഇല്ല. അപ്പൊ അശ്വതി അമ്മ വായിക്കും. ഓക്കെ. അശ്വതി AS വായിക്കോ? Their specialties are gynecology, areas in gynecology are, അതിൽ 20ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Their specialty areas in gynecology are gynecology, obstetrics, infertility. 3 areas എന്നാണ്. 3 സ്പെഷ്യാലിറ്റി ഏരിയാസ് ഇൻ ഗൈനക്കോളജി കേട്ടാ. 3 ആ ഗൈനക്കോളജിയിൽ ചോദ്യം ഓക്കെ. ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. 3 എന്നാണ്, ദേർ അല്ല 3. അപ്പൊ 3 ഏരിയാസ് ഏതൊക്കെയാണെന്നാണ്? ഗൈനക്കോളജി, ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഇൻഫെർട്ടിലിറ്റി ആണ്. കറക്റ്റ് ആൻസർ ആണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. അടുത്ത അമ്മു, അശ്വതി അമ്മ വായിക്കാം. അശ്വതി പോയാ? പണങ്ങി പോയാ? നേരത്തെ ഓണായതാണല്ലോ. അശ്വതി. ആര്യ വായിച്ചേ. അശ്വതി പണങ്ങി പോയെന്ന് തോന്നുന്നു, നേരത്തെ വായിപ്പിക്കാഞ്ഞിട്ടാണോ എന്നാവോ? രണ്ടുപേരും ഒപ്പം അത് അൺമ്യൂട്ട് ചെയ്തു, അതുകൊണ്ട് ഒരാൾ ഓഫ് ചെയ്യട്ടെ എന്ന് പറഞ്ഞേ. ആര്യ, അതുപോലെ തന്നെ ആര്യ 2 ഉണ്ടോ? ഷിബു, ഷിബു ഉണ്ട്. ആര്യ ഉണ്ടോ? ആര്യ മോഹൻ. മോനെ വായിച്ചു. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ്. വരട്ടത് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്. നോട്ടിൽ നമ്മൾ എഴുതിയിട്ടുള്ള ART നോട്ടിൽ എഴുതി കാണണം. ടെക്സ്റ്റ് നമ്മളുടെ തന്നിരിക്കുന്ന പ്രിന്റ് നോട്ടല്ല, എക്സ്ട്രാ നോട്ട്സിൽ ഞാൻ പറഞ്ഞപ്പോ ART എഴുതി വെച്ച് അതിന്റെ ഷോർട്ട് ഫോം എഴുതിയിട്ട് നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ട് ART അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക് ആണ് കേട്ടോ. ഒന്ന് എഴുതി വെച്ചേക്കാം. ടെക്നോളജി അല്ലേ? ടെക്നോളജി എന്നാണ് പറഞ്ഞേ. ടെക്നോളജി എന്നാണ് പറഞ്ഞേ. അതെ. ART അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്. ടെക്നോളജി ആയാലും കുഴപ്പമൊന്നുമില്ല. ടെക്നോളജി എന്നാ പറഞ്ഞത് മിസ്. ആണോ? ടെക്നിക് കുഴപ്പമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ച്. 22ാമത്തെ ആരാണ്? ആരതി വായിക്കാമോ? Expand the PET. അതിനു മുമ്പുണ്ട് Electrolyte distributions and hypertension are treated dash department. Nephrology. ആണ്. Electrolyte disturbance and hypertension are treated under dash department എന്നാണ്. നെഫ്രോളജിയിലാണ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ്. അതായത് നമ്മുടെ ശരീരത്തില് ആവശ്യത്തില് കൂടുതലോ കുറവോ ഒക്കെ മിനറൽസിന്റെ അളവുകൾ വരുമ്പോൾ അതിനെ നമ്മൾ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് വിളിക്കും. ബാലൻസ് ചെയ്താൽ അത് ബാലൻസ്ഡ് ആണ്. അപ്പൊ ഡിസ്റ്റർബൻസ് വരുന്നില്ല. ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് വരുന്ന മിനറൽസിന്റെ എന്താ പറയാ കുറവ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. ഇപ്പോ എന്താ പറയാ നമ്മുടെ പൊട്ടാഷ്യം ഒക്കെ കാൽഷ്യം ഒക്കെ പോലെയുള്ളതൊക്കെ കൂടെ കുറെയൊക്കെ ചെയ്യുമ്പോൾ അത് ഇംബാലൻസ്ഡ് ആയി പോകും, ബാലൻസ് തെറ്റിപ്പോകും. പിന്നെ ഹൈപ്പർ ടെൻഷൻ, അതായത് നമ്മുടെ ഹൈ ബ്ലഡ് പ്രഷർ ഒക്കെയാണ്. അപ്പൊ ഇതൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് നെഫ്രോളജിയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അനു KA എന്നാണോ? അനു ഉണ്ടോ? വായിക്കാം. Expand PET. Positron emission tomography. പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി ആണ് നമ്മുടെ PET-ന്റെ ഫുൾ ഫോം. അടുത്തത് ആൻമേരി വായിക്കാമോ? അടുത്ത ക്വസ്റ്റ്യൻ 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആൻമേരി ഇല്ല. അനിത വായിക്കാമോ? Biopsy and surgical resection of oncology. Surgical oncology. സർജിക്കൽ ഓങ്കോളജി ആണ്. ബയോപ്സിയും സർജിക്കൽ സെക്ഷൻ ഓഫ് ട്യൂമേഴ്സും ഒക്കെ ഏത് ഓങ്കോളജിയിലാണ് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഓങ്കോളജിയിൽ 3 സ്പെഷ്യൽ ഏരിയാസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. മെഡിക്കൽ ഓങ്കോളജി ഉണ്ട്, സർജിക്കൽ ഓങ്കോളജി ഉണ്ട് അല്ലെ,
റേഡിയോളജി ഓങ്കോളജി ഉണ്ട്, റേഡിയേഷൻ ഓങ്കോളജിയും ഉണ്ട്. അപ്പൊ അതിൽ ഏതാണ് സർജിക്കൽ ആസ്പെക്ടുകളൊക്കെ വരുന്നത്? നമ്മളുടെ സർജിക്കൽ ഓങ്കോളജിയിലാണ്, അതിനകത്താണ് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അനഘ, 25ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. അനഘ, ഓരോരുത്തരുടെ സൗണ്ട് കൂടി കേൾക്കാൻ വേണ്ടിട്ടാ. അനഘ കൃഷ്ണയുണ്ട്, അനഘ വിവി ഉണ്ട്. ആരെങ്കിലും ഒരാൾ വേഗം വായിക്കേ. ഇല്ല, രണ്ടുമില്ല. അമീറ ഉണ്ടോ? ഇല്ല. അക്ഷര ഉണ്ടോ? അക്ഷര. ഐശ്വര്യ. Yes, ma'am. Examples of diseases treated with nuclear medicine are dash. Hyperthyroidism, thyroid cancer, bone pain, lymphomas. 4 രോഗങ്ങളുടെ പേരുകൾ അവിടെ എടുത്ത് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നുണ്ട്. നമ്മളുടെ ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിച്ച് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഡിസീസസിന്റെ പേരുകളാണ്. ലിംഫോമാസ്, തൈറോയിഡ് ഒക്കെ പറഞ്ഞല്ലോ അല്ലെ, ബോൺ പെയിൻസ് ഒക്കെ. അപ്പൊ ഇത് അത് എഴുതി വെക്കാം. ചിലപ്പോൾ അതിനകത്ത് പെടാത്തത് ഏതാണ്, ഇതിനകത്ത് വരാത്ത, നമ്മുടെ ന്യൂക്ലിയർ മെഡിസിൻ വെച്ച് ഭേദമാക്കാൻ പറ്റാത്ത രോഗം ഏതാണെന്ന് പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഒക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് തരും. അപ്പൊ ഇങ്ങനെയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടോ? അഭിനന്ദ വായിച്ചേ. 26th ക്വസ്റ്റ്യൻ. അഭിനന്ദ ഇല്ല, ഇല്ലല്ലേ? ഐശ്വര്യ തന്നെ ഒന്ന് വായിക്കാമോ അടുത്ത ക്വസ്റ്റ്യനും? Okay, ma'am. Expand MRD. Medical Record Department. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, MRD. നെക്സ്റ്റ് വൺ വായിച്ചോ, അടുത്ത കൂടി വായിക്കേ. ഇനിയിപ്പോ സമയം കളയണ്ട നമുക്ക്. Dash department provides technical support as and when requires keep the system updated. IT and communication. വെരി ഗുഡ്. അതെ, നമ്മളുടെ സിസ്റ്റം ഒക്കെ ഫെയിലിയർ ആയി പോകുമ്പോ നമ്മുടെ റെക്കോർഡുകളൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടും നമുക്ക് എപ്പോ വേണമെങ്കിലും നമ്മുടെ ഇൻഫോർമേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും നമ്മളെ സഹായിക്കുന്ന ടെക്നോളജിയാണ് ഇൻഫോർമേഷൻ ടെക്നോളജി, അല്ലെ? IT കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കറക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ അതുകൂടി. The department handles the financial aspects of the hospital is dash. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിനാൻഷ്യൽ ആസ്പെക്ടുകൾ കൈകാര്യം ചെയ്യുന്നത്. ബഡ്ജറ്റ് തയ്യാറാക്കുക, ഫിനാൻഷ്യൽ പ്ലാൻസ് തയ്യാറാക്കുക, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും ആവശ്യമായ രീതിയിൽ അവിടുത്തെ കിട്ടുന്ന പ്രോഫിറ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും യൂസ് ചെയ്യുന്ന രീതിയിൽ അവിടുത്തെ ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ ചെയ്യുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൻഡ് ഇനിയുണ്ടോ? നെക്സ്റ്റ് ഒന്നും കൂടി ഉണ്ട്. Dash aims at ensuring employee satisfaction, good working conditions, provision of monetary and non-monetary benefits to the employees. Human Resource Department. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹ്യൂമൻസിനെ മാനേജ് ചെയ്യുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക, അവരുടെ സാറ്റിസ്ഫാക്ഷൻ നോക്കുക, അവര് വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ നന്നായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ, അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ, അവർക്ക് കിട്ടേണ്ട കോമ്പൻസേഷൻസ് ഒക്കെ കൃത്യമായി കൊടുക്കപ്പെടുന്നുണ്ടോ, ഇതൊക്കെ അന്വേഷിക്കുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ. എംപ്ലോയീസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. എംപ്ലോയീസിനെയാണ് അവര് എല്ലാ ഏത് ടോപ്പ് ലെവൽ തുടങ്ങി താഴെയുള്ള ലെവൽ വരെ ഇഷ്ടം പോലെ ജോലിക്കാര് ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയുള്ള എല്ലാവരെയൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്തൊക്കെ കൊണ്ടുപോകാനുള്ള റെസ്പോൺസിബിലിറ്റി ആണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് എടുത്തുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ആൻസർ ചെയ്ത് കുറച്ച് പേരൊക്കെ നമ്മൾ വിളിച്ചിട്ട് കിട്ടിയില്ല. വട്ട് എവർ ഇറ്റ് മേ ബി, എന്തെങ്കിലും ആവട്ടെ. അപ്പൊ ആൻസേഴ്സ് ഒക്കെ എന്തായാലും എല്ലാവരും തിരുത്തുക. എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ, എഴുതാത്തവരുണ്ടെങ്കിൽ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാവരും അവരവരുടെ ആൻസേഴ്സ് ഒക്കെ കൃത്യമായിട്ട് ചെയ്തു കൊണ്ടുവന്ന പിള്ളേർ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻസറുകൾ കേട്ട് എഴുതാത്തവരുണ്ടെങ്കിൽ അത് എഴുതുക. റെക്കോർഡഡ് ക്ലാസ് കാണുന്നവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്ട്രാ തരുന്നതും പഠിക്കണം. അതുപോലെ തന്നെ അത് വായിച്ച് മനസ്സിലാക്കുക. ഇനിയൊരു റിവിഷന്റെ ആവശ്യം നമുക്ക് ഇവിടെ ഈ ഒരു ചാപ്റ്റർ വരുന്നില്ല, അതുകൊണ്ടുകൂടിയാണ് പറയണത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കുക പറ്റുമെങ്കിൽ. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതാണ് നമ്മളൊരു ചാപ്റ്റർ തുടങ്ങിയല്ലോ? ഏതാണ്? ഫാർമസിയുടെ കുറച്ച് നമ്മൾ എടുത്തു. ഓക്കെ, ഫാർമസിയുടെ കുറച്ച് ഒരു പേജ് നമ്മൾ എന്താണ് ഹോസ്പിറ്റൽ ഫാർമസിയിൽ എന്തൊക്കെയാ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ? ഫങ്ഷൻസും പറഞ്ഞു. ഹോസ്പിറ്റലിൽ എന്താണ് ഒരു ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുന്നത്, എന്താ, അത് ഹാൻഡിൽ ചെയ്യുന്നത് ആരാ, എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ട ഡ്യൂട്ടി, ഒരു ഹോസ്പിറ്റലിലെ ഫാർമസിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു, അതിന്റെ ഫങ്ഷൻസ്, ഇതൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് പേജിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. വായിച്ചു നോക്കിയിരുന്നോ എല്ലാവരും?
ഒന്നാമത്തെ പേജ് മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. വായിച്ചു നോക്കിയിരുന്നോ? Yes, ma'am. ആ, ക്ലിയർ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ ഫസ്റ്റ് പേജ് വായിച്ചിട്ട്? ഇല്ല. ഓക്കെ, സോ നമുക്ക് അതിന്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇത് കുറച്ച് എക്സ്പ്ലനേഷൻസ് ഉള്ള, അതായത് മീൻസ് അങ്ങനെയല്ല, നമ്മൾ ഒരു തിയററ്റിക്കൽ ഒരു പോർഷൻ ആണ്. ഓക്കെ, ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് നമ്മളുടെ ഈ ഫാർമസി. നമ്മളുടെ മുന്ന് പഠിച്ച ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഹോസ്പിറ്റൽ പോലെ നമുക്ക് റിലേറ്റ് ചെയ്ത് പറയേണ്ട രോഗങ്ങളോ അല്ലെങ്കിൽ രോഗത്തെ ഭേദമാക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചിട്ടോ അതിനുള്ള മെഡിസിൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല നമുക്ക് ഇതിനകത്ത് പഠിക്കേണ്ടത്. ഫാർമസിയാണ്. അപ്പൊ ഫാർമസി എന്താണ്, ഫാർമസി എന്തൊക്കെയാ ചെയ്യേണ്ടേ, ഇനി ഫാർമസിയില് അതിന്റെ ലക്ഷ്യം എന്താണ്, ഫാർമസിയുടെ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, ഫാർമസിയില് ആരൊക്കെയാണ് ഫാർമസി ഹാൻഡിൽ ചെയ്യുന്നത്, ഒരാൾ മാത്രമാണോ ഹാൻഡിൽ ചെയ്യുന്നത്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എന്തൊക്കെ മരുന്നുകൾ ഏത് രീതിയിലൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത്, ഈ മരുന്ന് സൂക്ഷിക്കുന്നതുമായിട്ട് സ്റ്റോറേജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസിയാണ്. ഹോസ്പിറ്റലിന്റെ ഫാർമസിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ, ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എയിം ഓർ ഒബ്ജക്റ്റീവ് ഓഫ് hospital pharmacy is to avail the right medications at the right time and at the right dose at the minimum possible cost. അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഏറ്റവും പരമപ്രധാനവുമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഫാർമസിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹോസ്പിറ്റലിലെ മരുന്നുകൾ കൃത്യമായിട്ട് അത് അവൈലബിൾ ആക്കുക. അതായത് ഡോക്ടേഴ്സ് കുറിക്കുന്ന മരുന്നുകൾ അവിടെ ഇല്ല എന്ന് പറയുന്ന രീതിയിലേക്ക് വരരുത്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലെ ഡോക്ടേഴ്സിന് പ്രിസ്ക്രൈബ് ചെയ്യാൻ ഉതകുന്ന മരുന്നുകൾ ഇല്ലാതെ പോകരുത്. അപ്പൊ കൃത്യമായ സമയത്ത് എപ്പോഴെങ്കിലും കിട്ടിയാൽ പോരാ. രോഗവുമായിട്ട് വരുന്ന രോഗികൾക്ക് കൃത്യം മരുന്നുകൾ കൊടുത്തു വിടണമെങ്കിൽ കൃത്യസമയത്ത് റൈറ്റ് ഡോസിൽ കൊടുക്കാൻ പറ്റിയ മരുന്നുകൾ അവിടെ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാർമസിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് അതെങ്ങനെയും ആയിരിക്കണം, അറ്റ് ദ മിനിമം പോസിബിൾ കോസ്റ്റ്. എങ്ങനെ? ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ, അല്ലെങ്കിൽ ആളുകളെ പിടിച്ച് കുത്തിപ്പിഴിഞ്ഞ് എന്താ പറയാ എടുക്കുന്ന രീതിയിലാകരുത്. മരുന്ന് കൊടുക്കുന്ന ആ മരുന്ന് ഏറ്റവും നല്ല മരുന്ന് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ എളുപ്പം രോഗം മാറുകയും വേണം. അതോടൊപ്പം തന്നെ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണം അല്ലെ, അറ്റ്ലീസ്റ്റ്. അതായത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഹോസ്പിറ്റൽസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് രോഗം മാറാനായിട്ട്. ഏറ്റവും എന്താ പറയാ താഴ്ന്ന ആളുകൾ മുതൽ, അതായത് എന്താ പറയാ നമ്മള് ഭയങ്കര പോവർട്ടിയിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്കും ഹോസ്പിറ്റൽസിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് പറ്റില്ല. കാരണം നമുക്ക് രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെയാ പോകുക? ആശുപത്രിയിൽ പോകണം. അപ്പൊ അത്തരം ഹോസ്പിറ്റൽസിൽ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏകദേശം ആ രീതിയിലുള്ള മെഡിസിൻസ് ആണ് അത് എപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള ഡോസിൽ അവൈലബിൾ ആക്കുക എന്നുള്ളത് ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ് ആണ് ഒരു ഹോസ്പിറ്റൽ ഫാർമസിയുടേത്. ആൻഡ് സെക്കൻഡ് വൺ എന്താണ്? ഹോസ്പിറ്റലിൽ ഈ പറയുന്ന ഫാർമസീസ് അതിന്റെ ഓപ്പറേഷൻ ഷുഡ് ബി ഇൻ എ പ്രൊഫഷണൽ മാനർ. ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഷുഡ് ബി ഇൻ പ്രൊഫഷണൽ മാനർ. എന്ന് വെച്ചാൽ അത് കൈകാര്യം ചെയ്യുമ്പോൾ, ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസി കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ എന്താ പറയാ ഈ സംശയങ്ങൾക്കൊന്നും ഇടവരരുത്. ഒരു പ്രൊഫഷണലിസം അവരുടെ ആ ഒരു എടുക്കലിലും കൊടുക്കലിലും ഒക്കെ ഉണ്ടാകണം. അല്ലാതെ എന്താ പറയാ വരുന്ന പേഷ്യൻസ് വരുമ്പോ മരുന്ന് കൊടുക്കുമ്പോ അവർ തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ട് വേറെ ആളുകളുടെ അടുത്ത് പോയി ചോദിക്കുന്നു ഇത് എന്തിനു വേണ്ടിയിട്ടാ. അപ്പൊ അത് ഹാൻഡിൽ ചെയ്യുന്നവരുടെ ആ ഒരു സംശയവും ഒക്കെ കാണുമ്പോ തന്നെ പേഷ്യൻസും പുറത്ത് നിന്നിട്ട് അത് വാങ്ങിച്ചുകൊണ്ട് വരുന്നത് ഇവരെന്തൊക്കെയാണോ തരുന്നത്, ശരിയായോ എന്നൊക്കെ നമുക്കും ഒരു കൺഫ്യൂഷൻ വരില്ലേ. അപ്പൊ അവർക്ക് ഭയങ്കര പ്രൊഫഷണലൈസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഫാർമസി കൈകാര്യം ചെയ്യുന്നത്. മാത്രമല്ല അവർ പ്രൊഫഷണലൈസ്ഡ് ആകണം. അവരുടെ സർവീസസ് അറ്റ് നോക്കുമ്പോ തന്നെ അപ്പിയറൻസിൽ തന്നെ അവരുടെ ആ പ്രൊഫഷണലിസം അവരുടെ ആ ഒരു ഡ്യൂട്ടിയിൽ കാണണം, അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ കാണണം. അത് ഹോസ്പിറ്റൽ ഫാർമസിയിൽ വേണ്ട ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ വളരെ കൃത്യമായ രീതിയിൽ പ്രൊഫഷണലൈസ്ഡ് ആയിട്ടുള്ള സർവീസസ് ഷുഡ് ബി പ്രൊവൈഡഡ് ബൈ ദ ഹോസ്പിറ്റൽ ഫാർമസി. നല്ല രീതിയിലുള്ള പ്രൊഫഷണലിസം അവരുടെ ആ ഒരു ഡ്യൂട്ടിയിൽ നമ്മുടെ ഫാർമസി ഹാൻഡിൽ ചെയ്യുമ്പോൾ അത് കാണിക്കണം. അടുത്തത് എന്താണ്? They have to act as the counseling department to the medical staff, nurses and also for the patient while using the drugs, their after effects, toxicity, hostile effect, drug interaction, etc. etc. Okay. അപ്പൊ ഹോസ്പിറ്റലിൽ ഈ പറയുന്ന മരുന്നുകൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കറിയാം പല രീതിയിലുള്ള മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഫാർമസിയിൽ നിന്നാണ് കൊടുത്തുവിടുക. അപ്പൊ ഈ മരുന്നുകൾ കൊടുത്തുവിടുമ്പോ ഡോക്ടേഴ്സ് ഇത് കുറിക്കുക മാത്രമേ ഉള്ളൂ.
മരുന്ന് കുറിക്കുന്നു, അത് കൊടുക്കുന്നു. ഫാർമസിയിൽ നിന്നാണ് നമ്മൾ മരുന്നുകൾ കളക്ട് ചെയ്ത് പോകുന്നത്. അപ്പോ ഈ പറയുന്ന ആളുകൾക്ക്, പേഷ്യൻസിനായിക്കോട്ടെ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാഫുകൾ ആരെങ്കിലും ഒക്കെ ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുമോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയൊക്കെ എടുത്തോണ്ട് പോകുമ്പോ വാർഡ്സിലൊക്കെ പ്രൊവൈഡ് ചെയ്യണമല്ലോ, ഡിസ്പെൻസ് ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരുമ്പോ അതിനെ കുറിച്ചുള്ള ഒരു പ്രോപ്പർ കൗൺസിലിംഗ്, ചിലപ്പോൾ ചില പേഷ്യൻസിന് ദേ മേ ഹാവ് ഡൗട്ട്സ് റിഗാർഡിംഗ് ദ മെഡിസിൻസ്, ആ മരുന്നുകളെ സംബന്ധിക്കുന്ന ചില സംശയങ്ങളൊക്കെ വരാൻ സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സംശയങ്ങൾക്കൊക്കെ മറുപടി അവരൊരു കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ പിടിച്ചിരുത്തിയിട്ട് അവരുടെ മനസ്സിലുള്ളത് വായിക്കോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മരുന്നുകളെ കുറിച്ചിട്ടുള്ള ക്ലാരിഫിക്കേഷൻസോ, അതെങ്ങനെ കഴിക്കണം, അതിന് ചിലപ്പോ ചില മരുന്നുകൾ നമ്മൾ കഴിക്കുമ്പോൾ അതിനൊരു ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ടാകാം. ഹോസ്റ്റൈൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ചില ആന്റിബയോട്ടിക്സ് ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ അതിന് റിയാക്ഷൻസ് ഉണ്ടാകുമല്ലോ. അപ്പൊ അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്കറിയാം അതെങ്ങനെ അത് ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇതൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് മെഡിക്കൽ സ്റ്റാഫ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നഴ്സിനായിക്കോട്ടെ, അതുപോലെ തന്നെ പേഷ്യൻസിലേക്ക് ഡയറക്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നതായിക്കോട്ടെ, ഏത് കാര്യങ്ങളെ കുറിച്ചിട്ടായാലും ഇത്തരം ഒരു കൗൺസിലിംഗ്, ഒരു ഇൻസ്ട്രക്ഷൻസ് എന്ന രൂപത്തില് എന്താ പറയാ ഫാർമസി പ്രൊവൈഡ് ചെയ്യണം. ഡ്രഗിനുണ്ടാകുന്ന ഇന്ററാക്ഷൻസ്, ഹോസ്റ്റൈൽ ഇഫക്റ്റ്, അതുപോലെ ആഫ്റ്റർ ഇഫക്റ്റ്, ടോക്സിസിറ്റി, ചിലതിനൊക്കെ ചിലപ്പോ ഇത്തിരി എന്താ പറയാ നെഗറ്റീവ് ഇഫക്റ്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ടോക്സിസിറ്റി, അത് ഇത്ര വിഷം നിറഞ്ഞതാണ്, അതിന് അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി കൊടുക്കണം അവർക്ക്. അപ്പൊ അത്തരം ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഫാർമസി എന്ത് ചെയ്യേണ്ടി വരും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ. ഓക്കെ, നെക്സ്റ്റ് വൺ, ടു ആക്ട് ആസ് ദ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഓഫ് ഈച്ച് ആൻഡ് എവറി ഡ്രഗ് യൂട്ടിലൈസേഷൻ. നമ്മുടെ മരുന്നുകളൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ആ മരുന്നുകളുടെ സോഴ്സ് അത് എവിടെ നിന്നാണ്, അത് ഏത് കമ്പനിയുടെയാണ്, എവിടെ നിന്നാണ് ഇത് കൊണ്ടുവന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇവർ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇത് അവർ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവർ വാങ്ങിച്ചു വെക്കണം. ഏത് സോഴ്സിൽ നിന്നാണ് ഓരോ മരുന്നുകൾ തന്നെ, അത് സോഴ്സ് അറിയാതെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. കാരണം അവർ അറിഞ്ഞിരിക്കണം. കാരണം ആഫ്റ്റർ ഓൾ പിന്നീട് ഈ മരുന്നുകളൊക്കെ ഉപയോഗിച്ച് എന്തെങ്കിലും തരത്തിലുള്ള എല്ലാ എന്താ പറയാ ബുദ്ധിമുട്ടുകൾ പേഷ്യൻസിന് നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ they have to understand where the മെഡിസിൻ ഹാസ് ബീൻ ഒബ്റ്റൈൻഡ് ഫ്രം, എവിടെ നിന്നാണ് ഇത് കൊണ്ടുവന്നത്. അപ്പൊ അതിന്റെ സോഴ്സ് അറിഞ്ഞിരിക്കണം. അത് ഫാർമസിക്കാർ അറിഞ്ഞിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അത് ഡോക്ടേഴ്സ് ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് അവർക്ക് റെഫർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അതിന്റെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഡ്രഗ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കി വെക്കണം. എവിടെ നിന്നാണ് വാങ്ങിച്ചത്, എങ്ങനെ, ഹൗ ടു യൂട്ടിലൈസ് ദ ഡ്രഗ്, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവര് അറിഞ്ഞിരിക്കണം. അറിവ് അവർക്ക് വേണ്ടിയിട്ടുള്ള അറിവാണ്. ആഫ്റ്റർ അത് പിന്നീട് ആർക്കെങ്കിലും ഒക്കെ ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള ക്ലാരിഫിക്കേഷൻസും ഇവർ കൊടുക്കേണ്ടി വരും. പിന്നെ എന്താ, ഫാർമസിയിൽ ഈ പറയുന്ന മരുന്ന് കൊടുക്കലും അല്ലെങ്കിൽ മരുന്നുകളെ കുറിച്ച് അറിയലും മരുന്നിന്റെ സോഴ്സ് അറിയലും മാത്രമല്ല കാര്യങ്ങൾ നടക്കുന്നത്. ദേ ഹാവ് ടു ഓൾസോ ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് പ്രോജക്ട്സ്. ചിലപ്പോഴൊക്കെ മരുന്നുകളൊക്കെ പുതിയത് കണ്ടുപിടിക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് എന്താ പറയാ ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിലുള്ള അസുഖങ്ങൾ മാത്രമല്ല മനുഷ്യന്മാർക്ക് വരുന്നത്. ഡിഫറെന്റ് രീതിയിലുള്ള രോഗങ്ങളുമായിട്ട് ഓരോ ദിവസവും ഡോക്ടേഴ്സിന്റെ അടുത്ത് രോഗികൾ വരിക. അപ്പൊ സോ ദേ ഹാവ് ടു മേക്ക് എ സ്റ്റഡി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഡിസീസ് ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മെഡിസിൻസ് ഫോർ ഇറ്റ്. ഓരോ പുതിയ രോഗമായിട്ട് വരുമ്പോ ഇല്ലേ എല്ലാ രോഗത്തിനും ഇങ്ങനെ ക്ലിയർ കട്ടായിട്ട് ഒരു മരുന്നുണ്ടാക്കി അവിടെ വെച്ചേക്കല്ല. ഈ പുതിയ രോഗങ്ങൾ വരുമ്പോ എങ്ങനെയാ അതിന് ഉണ്ടാകില്ലല്ലോ. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അസുഖം കാണുന്നേ. അപ്പൊ അതിനെ കുറിച്ച് പഠനങ്ങൾ നടത്തി അതിനു വേണ്ടിയിട്ട് മരുന്നുകൾ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളും ഫാർമസിയിൽ നടക്കുന്ന റിസർച്ച് സ്റ്റഡിക്കും ഒക്കെ ഈ ഒരു ഫാർമസി ഉപയോഗപ്പെടുത്തും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള പഠനങ്ങൾക്ക് വിധേയമായ മരുന്നുകളൊക്കെ എടുത്തു വെച്ച് ചിലപ്പോൾ അത് കോമ്പൗണ്ട് ഒക്കെ ചെയ്ത് വേറെ മെഡിസിൻസ് പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കാനും അപ്പൊ റിസർച്ച് ഒക്കെ നടത്തിയിട്ടാണ് ഇത് ചെയ്യാം. റിസർച്ച് പ്രോജക്റ്റുകൾ നടത്തേണ്ടതും അതിനകത്ത് ടേക്ക് പാർട്ട് ചെയ്യേണ്ടതും ഭാഗഭാക്കാകേണ്ടതും ഫാർമസിയുടെ ഒരു ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവാണ്. പിന്നെ എന്താ, ടു ബ്രിങ് ഇൻ ടു പ്രാക്ടീസ് ദ ഡിസിഷൻ വിച്ച് ഈസ് ടേക്കൺ ബൈ ദ തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഇനി ഈ തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ട്, ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റി ഹോസ്പിറ്റൽസിൽ ഉണ്ടാകും. അതിനെയാണ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇതിന്റെ ബാക്കിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരാൾ ചേർന്നതല്ല. കമ്മിറ്റി എന്ന് പറയുമ്പോ കുറച്ച് നമ്പർ ഓഫ് പേഴ്സൺസ് ഉണ്ടായിരിക്കും, ഒരു 10-15 പേരൊക്കെ. അത് അക്കോർഡിംഗ് ടു ദ സൈസ് എന്ന് പറയുന്നത്. അപ്പൊ ആ സൈസ് അനുസരിച്ച് ഓരോ ഹോസ്പിറ്റൽസിന്റെ സൈസ് അനുസരിച്ച് അതിനകത്ത് ഒരു തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ടായിരിക്കും. അതായത് ചികിത്സയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പല കാര്യങ്ങൾക്കും തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ ഓരോരുത്തർ അവരവരുടെ രീതിയിൽ ചിന്തിച്ചെടുത്തിട്ട് കാര്യമില്ല അല്ലെ. ഒരു ഗ്രൂപ്പിന്റെ ഇടയിൽ നമുക്ക് ഒരു ഓർഗനൈസേഷൻ, ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനം എന്ന് വിചാരിക്കാം. ആ ബിസിനസ് സ്ഥാപനത്തില് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഓരോരുത്തർ തോന്നിയ രീതിയിൽ എനിക്ക് എന്റേതായ ഐഡിയ ഉണ്ട്,
ഞാൻ എന്റെ രീതിയിൽ പ്രവർത്തിക്കുന്നു, മറ്റൊരാൾക്ക് അവരുടേതായ ഐഡിയാസ് ഉണ്ട്, അവരവരുടെ അങ്ങനെ പറ്റുമോ? പറ്റില്ലല്ലോ. എല്ലാവർക്കും ഒത്തിരി ഐഡിയാസും ഒത്തിരി ബുദ്ധിയും കാര്യങ്ങളും ഒക്കെ പ്രവർത്തിക്കാനൊക്കെ പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതെല്ലാവരും അവനവന്റെ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അതൊരു നല്ല ഒരു കാര്യമല്ല. കാരണം ഇവരെല്ലാവരും കൂടി ചിന്തിച്ച് ചേർന്ന് ഓരോരുത്തരുടെയും ആശയങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ആക്കി നമ്മൾ മാറ്റി അതിൽ നിന്നും ഡിസിഷൻസ് എടുക്കണം, തീരുമാനങ്ങൾ എടുക്കണം. എന്നിട്ട് മറ്റുള്ളവരോട് ഇത് ഫോളോ ചെയ്യാൻ പറയണം. ആൻഡ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഐഡിയാസ് ആണ് ഓരോ ഡിസിഷൻസ് ആയിട്ട് മാറുക. ഇപ്പൊ ഹോസ്പിറ്റൽസിലും ഫാർമസിയിലും ഒരു കമ്മിറ്റി ഇതിനു വേണ്ടിയിട്ട് ഹോസ്പിറ്റലിന്റെ ഓവറോൾ എല്ലാ കാര്യങ്ങളെയും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും ഈ കമ്മിറ്റി. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ചർച്ച ചെയ്ത് ആൻഡ് അതൊരു ഡിസിഷൻ ആക്കി മാറ്റി അതൊരു ഹോസ്പിറ്റലിന്റെ പ്രൊസീജിയർ റൂൾ ആക്കി മാറ്റി അത് ഫോളോ ചെയ്യണം. അപ്പൊ അതുപോലെ തന്നെ ഫാർമസിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഫാർമസിനെ കുറിച്ച് എന്തൊക്കെ ഡിസിഷൻസ് ആണോ തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ടാക്കുന്നത്, ദേ ഹാവ് ടു ബ്രിങ് ഇൻ ടു പ്രാക്ടീസ്. ആര്? ഫാർമസിക്കാർ അത് നിലവിൽ കൊണ്ടുവരിക, നടപ്പിലാക്കുക എന്നുള്ളതാണ്. തെറാപ്യൂട്ടിക് കമ്മിറ്റി ഡിസൈഡ് ചെയ്ത് അവർ എല്ലാവരും കൂടി തീരുമാനിച്ച് കുറച്ച് കാര്യങ്ങൾ ഫാർമസിനെ കുറിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും. അപ്പൊ അത് ഇവരോട് അറിയിക്കും. അത് ബ്രിങ് ഇൻ ടു പ്രാക്ടീസ് ചെയ്യേണ്ടത് ആരുടെ ചുമതലയാണ്? നമ്മുടെ ഫാർമസിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യമാണ്. ഇനി എന്താ? കോർഡിനേറ്റ് ആൻഡ് കോപ്പറേറ്റ് വിത്ത് ഓൾ അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഏകോപിപ്പിച്ച് കോപ്പറേറ്റ് ചെയ്ത് സഹകരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഫാർമസി. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റിലും മരുന്ന് കൊടുക്കണ്ടേ? എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും മരുന്ന് കൊടുക്കണ്ടേ? മരുന്ന് കൊടുക്കണ്ടാത്ത ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവോ ഹോസ്പിറ്റൽസിൽ? തീർച്ചയായിട്ടും ഉണ്ടാകില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ദേ ഹാവ് ടു കോപ്പറേറ്റ് ആൻഡ് കോർഡിനേറ്റ് വിത്ത് ഓൾ ദ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ് ഹോസ്പിറ്റലിന്റെ ഫാർമസി എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ടു ഡിസൈൻ ആൻഡ് ടു ഫുൾഫിൽ ദ ഫാർമസി പോളിസി പ്രൊസീജിയേഴ്സ് in keeping with the establishing policies of the hospital. നമ്മുടെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു ഹോസ്പിറ്റലിന്റെ പോളിസീസ്, റൂൾസ്, റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഫാർമസിയുടെ നയങ്ങൾ അല്ലെങ്കിൽ ഫാർമസി അതിൻ്റെതായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ സ്വന്തം ഡിസിഷൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ അത് ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള നിയമങ്ങൾക്കും വിധേയപ്പെട്ട് വേണം കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, ഡിസൈഡ് ചെയ്യാൻ, ഓർഗനൈസ് ചെയ്യാൻ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ. അപ്പൊ എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അത് ഹോസ്പിറ്റലിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് ബിയോണ്ട് ആകരുത്. അതിനകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിച്ചാണ് കാര്യങ്ങൾ നേടിയെടുക്കേണ്ടത്, ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. അതെന്ത് തന്നെയായാലും അതൊക്കെ തീരുമാനിക്കുമ്പോൾ, അത്തരം ഡിസിഷൻസ് എടുക്കുമ്പോൾ ഹോസ്പിറ്റലിന്റെ റൂൾസിന് എഗെയിൻസ്റ്റ് ആണോ അല്ലയോ എന്നുകൂടി തീരുമാനിക്കണം. എന്നിട്ട് വേണം അത് പ്രാവർത്തികമാക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഹോസ്പിറ്റലിന്റെ ഫാർമസിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്നാമത്തേത് ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു അവൈൽ ദ മെഡിക്കേഷൻസ് അറ്റ് ദ റൈറ്റ് ടൈം, അറ്റ് ദ റൈറ്റ് പ്ലേസ് ആൻഡ് ഓൾസോ അറ്റ് ദ മിനിമം പോസിബിൾ കോസ്റ്റ്. ഏറ്റവും ചുരുങ്ങിയ വിലയിൽ നല്ല രീതിയിലുള്ള ക്വാളിറ്റി ആയിട്ടുള്ള മെഡിസിൻസ് കൃത്യമായ സമയത്ത് കൃത്യമായ ഡോസിൽ എത്തിച്ച് ഹോസ്പിറ്റൽ ഫാർമസിയിൽ എത്തിപ്പിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. രണ്ടാമത്തേത് ഹോസ്പിറ്റൽ ഫാർമസ്യൂട്ടിക്കൽസ് അവര് സർവീസസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ they have to make their professionalism, അവരുടെ പ്രൊഫഷണലിസം അവര് കൊടുക്കുന്ന മരുന്നുകളിലും അതുപോലെ തന്നെ അവർ ഹാൻഡിൽ ചെയ്യുന്ന ഫാർമസിയിലും അവരത് കാണിക്കണം. മൂന്നാമത്തേത് they have to act as the counseling departments. ആർക്കൊക്കെ? ടു മെഡിക്കൽ സ്റ്റാഫ്, നഴ്സസ്, പേഷ്യൻസ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പ്രവർത്തിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? They have to make sure that and also inform or instruct the patients about the toxicity, after effects, hostile defects or in drugs interactions. ഇതിന്റെയൊക്കെ എന്താ പറയാ പ്രതിഫലനങ്ങൾ ചിലപ്പോൾ പല രീതിയിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഫാർമസി പ്രവർത്തിക്കണം. They have to act as the source of information. എവിടെ നിന്നാണ് നമ്മുടെ ഡ്രഗ്സ് ആൻഡ് ഓൾസോ ഹൗ ടു യൂട്ടിലൈസ് ദ ഡ്രഗ്സ്, ഈ ഡ്രഗ്സ് എങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് ഇവർക്ക് ഉണ്ടായിരിക്കണം. മാത്രമല്ല they have to bring into practice the decisions which is taken by the therapeutic committee. തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ടാക്കിയെടുക്കുന്ന തീരുമാനങ്ങളെ നടപ്പിലാക്കുക എന്നുള്ള ഒരു കാര്യവും നമ്മുടെ ഫാർമസിക്കാർ ചെയ്യാനുണ്ട്. They have to cooperate and coordinate with all the other departments of the hospital. ഹോസ്പിറ്റലിലെ മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കോപ്പറേറ്റ് ചെയ്ത് സഹകരിച്ചൊക്കെ പ്രവർത്തിച്ച് പോകണം. And the last one, to design, organize and fulfill the pharmacy policies within the established policies of the hospitals. ഹോസ്പിറ്റൽസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമങ്ങൾക്ക് വിധേയമായി തന്നെ ഹോസ്പിറ്റൽ ഫാർമസിയുടെ പോളിസീസും കൊണ്ടുപോകണം.
അത് തെറ്റിക്കാൻ പാടില്ല. ഹോസ്പിറ്റലിന്റെ പോളിസീസ് തെറ്റിച്ചിട്ട് ഫാർമസിയുടെ പോളിസിക്ക് എന്താ പറയാ ക്യാരി ഓൺ ചെയ്ത് നമ്മൾ പോകാൻ പാടില്ല. അതിന്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ എന്താണ് ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഒബ്ജക്റ്റീവ്സ്? മനസ്സിലായോ? ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു, ഇത് നമ്മളുടെ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകൾ പഠിച്ച പോലെ അത്ര ഈസി അല്ല. 1, 2, 3 പ്രാവശ്യമൊക്കെ ഓരോ പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കുക. അതിന്റെ ആ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യമൊന്നും ഓരോ ഫുൾ സെന്റൻസ് അത്രയും പഠിച്ചില്ല. ഇപ്പൊ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞാൽ ടു മേക്ക് ഷുവർ ദ അവൈലബിലിറ്റി ഓഫ് മെഡിക്കേഷൻ അറ്റ് റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്, റൈറ്റ് ഡോസ്, മിനിമം പോസിബിൾ കോസ്റ്റ്. ആ കുഞ്ഞു കുഞ്ഞു കഷ്ണം പഠിച്ചാൽ മതി. രണ്ടാമത്തേത് ടു പ്രൊഫഷണലൈസ് ദ ഓപ്പറേഷൻസ് ഓഫ് ദ ഫാർമസ്യൂട്ടിക്കൽ സർവീസ്. പ്രൊഫഷണലൈസ് ആയിട്ട് കാണിക്കുക. എന്ത് ഫാർമസ്യൂട്ടിക്കൽ മരുന്നുകളുമായി സംബന്ധിച്ച എന്ത് സേവനങ്ങൾ നടത്തുമ്പോഴും ആ പ്രൊഫഷണലിസം അവരുടെ അതിൽ കാണണം. നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുമ്പോൾ പേടിച്ചരണ്ടൊക്കെ ഇരിക്കുമ്പോ എന്താ പറ്റുക? അപ്പൊ ആളുകൾക്ക് സംശയം കൂടും അല്ലെ? ഇപ്പൊ ഈവൺ ഇഫ് നിങ്ങളിപ്പോ കുറെ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലും ഒരു എന്താ പറയാ നമ്മളെ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോ ഞാനത് എനിക്ക് അറിയില്ല എങ്കിൽ എന്റെ മുഖത്ത് അത് പ്രകടമാകും അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചും കൂടി ഒന്ന് കൂട്ടി ഒന്നും കൂടി നമ്മളെ ഒന്ന് ഇതാക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അവർക്ക് അതിന് ഉത്തരമില്ലല്ലോ. സോ അപ്പൊ പിന്നെ എങ്ങനെയാണ്? അപ്പൊ അടുത്ത വീണ്ടും ചോദ്യങ്ങൾ വീണ്ടും ഒത്തിരി ഇങ്ങനെ നമുക്ക് ഇടയിൽ വരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഹെൽപ്ലെസ് ആയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കേണ്ടത് എന്തൊക്കെയായി ചോദിക്കുന്നത്. അവസാനം നമ്മൾ മൊത്തം ബ്ലാങ്ക് ആയിപ്പോ എന്താണ് ഇപ്പൊ ഉണ്ടായെന്നുള്ള രീതിയിൽ. അപ്പൊ അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിൽ ഇതുപോലെ ഏതെങ്കിലും പേഷ്യൻസ് എന്തെങ്കിലും ഡൗട്ട്സ് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് അങ്ങനെ നോക്കിയിരിക്കാൻ പാടില്ല. അതിന് കൃത്യമായ ഉത്തരങ്ങൾ കൊടുക്കാൻ ഹെൽപ്പുണ്ടായില്ല. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് ഇൻഫോർമേറ്റീവ് ആകുന്ന രീതിയിലെല്ലാം നമ്മൾ മനസ്സിലാക്കി പഠിച്ചു വെക്കണം. അത്രയും പ്രൊഫഷണലിസം ഉണ്ടാകണമെങ്കിൽ അതെല്ലാം മനസ്സിലാക്കണം. എന്ത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നേരെ വന്നാലും അതിന് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെക്കുറിച്ച് അതിന്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാം പഠിച്ചു വെക്കണം. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് ആക്ട് ചെയ്യുക. തെറാപ്യൂട്ടിക് കമ്മിറ്റി എടുക്കുന്ന ഡിസിഷൻസ് പ്രാക്ടിക്കലാക്കി കൊണ്ടുവരിക. കോർഡിനേറ്റ് ആൻഡ് കോപ്പറേറ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും. പിന്നെ അവസാനത്തേത് ഡിസൈനിങ്ങും ഓർഗനൈസിങ്ങും ഫുൾഫില്ലിംഗ് ഓഫ് നമ്മുടെ ഫാർമസിയുടെ പോളിസീസ് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്ന സമയത്ത് they have to also keep in mind that they have been following the established policies of the hospital. ഹോസ്പിറ്റലിന്റെ നിയമങ്ങൾ അനുസരിച്ച് അവര് സ്ഥാപിച്ചിരിക്കുന്ന നിയമങ്ങൾക്ക് അനുസൃതമായി തന്നെയാണ് ഹോസ്പിറ്റലിന്റെ ഫാർമസിയുടെ പോളിസീസും പോകുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഇനി പറയണ്ടല്ലോ, 2-3 പ്രാവശ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. റൈറ്റ്, വേഗാവട്ടെ പറയും. ഓക്കെ ആണ്. Then next one. Now we are going to study the infrastructure of pharmacy. ഫാർമസിക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ അല്ലെ? ഗ്രൗണ്ട് ഫ്ലോറിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലോ ഒക്കെ ആയിരിക്കണം നമ്മുടെ ഫാർമസി ഉണ്ടായിരിക്കേണ്ടത്. ബിക്കോസ് എന്താണത് കാരണം? ഈ ഡോക്ടറെ കാണാനായിട്ട് ചിലപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലോ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ നിന്നിട്ട് ഈ മരുന്ന് വാങ്ങിക്കാൻ ഉള്ള ഗ്രൗണ്ട് ഫ്ലോർ മുഴുവനും ചിലപ്പോ നമ്മൾ എല്ലാ സമയത്തും നമ്മുടെ ലിഫ്റ്റ് ഒക്കെ വർക്കിംഗ് കണ്ടീഷൻസിലാവണമെന്നില്ല. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയാ ക്രൗഡഡ് ആയിരിക്കാം ചിലപ്പോഴൊക്കെ നമ്മൾ ചെല്ലുമ്പോ, ഈ ലിഫ്റ്റിന്റെ ഒക്കെ മുമ്പിൽ ചെല്ലുമ്പോ. അപ്പൊ നമുക്ക് എന്താ ഈ പറഞ്ഞ സ്റ്റെപ്സ് ഒക്കെ കയറി അറ്റം വരെയൊക്കെ എത്തണ്ടേ? ഭയങ്കര പാടാ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്തായാലും ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്താതെ നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ. പറ്റുമോ? പറ്റില്ല. അപ്പൊ എന്ത് പറ്റും? ഗ്രൗണ്ട് ഫ്ലോറിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലോ വരെയെങ്കിലും. ഫസ്റ്റ് ഫ്ലോർ വരെയൊക്കെ വണ്ടിയൊക്കെ ചെല്ലുന്ന ചില ഹോസ്പിറ്റൽസ് ഒക്കെ ഇപ്പൊ ഉണ്ട് കേട്ടോ, നമ്മുടെ എവിടെയൊക്കെ ഉണ്ട്, എറണാകുളത്തൊക്കെ ഉണ്ട്. അപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിലാണ് മിക്കവാറും നമ്മുടെ പാർക്കിംഗ് ഒക്കെ ഉള്ളത്. അപ്പൊ നമ്മുടെ വണ്ടി എടുക്കണമെങ്കിൽ നമുക്ക് അവിടെ വരെ എത്തണം. എന്തായാലും താഴേക്ക് എത്താണ്ട് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഫാർമസി ഒന്നുകിൽ ഫസ്റ്റ് ഫ്ലോറിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലാക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ പേഷ്യൻസിനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെന്താ, ഈ ഹോസ്പിറ്റലിന്റെ ഫാർമസി, അതായത് OP ഫാർമസിയിൽ it should be have enough space for the patients have to wait for their medicines and waiting room. അതായത് നമ്മുടെ പേഷ്യൻസ്, നമ്മൾ OP വിഭാഗത്തിലുള്ള പേഷ്യൻസ് ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ പോകുന്നതിന് മുമ്പ് മരുന്ന് വാങ്ങിച്ചിട്ട് പോകണം. നമ്മളോട് പറയും അല്ലെ, നഴ്സ് വന്നിട്ട് പറയുന്നത് ഇവിടെ വെയിറ്റ് ചെയ്തോളൂ, നിങ്ങളെ പേര് വിളിക്കും, അന്നേരം നിങ്ങൾ പോയിട്ട് മരുന്ന് വിളിച്ചാൽ മതി. ഒന്നില്ലെങ്കിൽ പേരായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ടോക്കൺ നമ്പേഴ്സ് വിൽ ബി ഡിസ്പ്ലേഡ്. ഇപ്പൊ ഡിജിറ്റൽ ഫോം ആയതുകൊണ്ട് ഡിജിറ്റൽ ഒരു സാധനം അവിടെ ഇങ്ങനെ നമ്പർ എഴുതി കാണിക്കും. ആ നമ്പർ നമുക്കും ഇതുപോലെ ഒരു ടോക്കൺ നമ്പർ തന്നിട്ടുണ്ടാവും. നമ്മുടെ ടോക്കൺ നമ്പർ അവിടെ ഡിസ്പ്ലേ ആകുമ്പോൾ നമ്മൾ പോയി വാങ്ങിച്ചാൽ മതി. അപ്പൊ തന്നെ നേരം അവിടെ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഒരു നല്ല ഒരു സ്പേഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലം എന്താ പറയാ ഹോസ്പിറ്റലിന്റെ ഫാർമസിക്ക് മുമ്പിൽ ഉണ്ടായി കഴിഞ്ഞാൽ ദേ ക്യാൻ വെയിറ്റ്. പേഷ്യൻസിന്
വളരെ എന്താ പറയാ ക്ഷമയോടെയൊക്കെ അവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ഹാവ് എ പ്രൊഫഷണൽ ലുക്ക്. ഒരു പ്രൊഫഷണൽ ലുക്ക് ഒക്കെ കൊടുക്കണം അല്ലെ. ഫാർമസിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഒരു ഭംഗിയൊക്കെ വേണം, ഒരു അപ്പിയറൻസ് ഒക്കെ ഒരു നല്ലതായിരുന്നു. തിങ്ങി കൂടി ഇട്ടിരിക്കുന്ന കസേരകൾ തന്നെ പ്രോപ്പർ അല്ല. ആ ഒരു രീതിയിലൊക്കെ ആകുമ്പോൾ തന്നെ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിലാണ് വന്നേക്കണേ, അപ്പൊ അവിടെ തന്നെ തിക്കും തിരക്കും കൂട്ടിക്കഴിഞ്ഞാൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയും അപ്പൊ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു പ്രൊഫഷണൽ ലുക്ക് ഒക്കെ കിട്ടുന്ന രീതിയിൽ വേണം അവിടുത്തെ സീറ്റിംഗ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ. ആൻഡ് ഓൾസോ വൈൽ ദേ ആർ വെയിറ്റിംഗ്, വെറുതെ ഇരിക്കണ്ട. അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോ വരുന്നവരോ എന്റെ സമയം എപ്പോ എത്തുമെന്ന് പറഞ്ഞ് ആദ്യം ഒന്നും പിടിച്ചിരിക്കണ്ട. അതിന് പകരം അത് അവരെ ഒന്നും കൂടി കുറച്ചുകൂടി അവരുടെ മൈൻഡൊക്കെ കുറച്ചൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള പോസ്റ്റേഴ്സോ അല്ലെങ്കിൽ ചിലപ്പോൾ ചില മാഗസിൻസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വായിക്കാനോ ഒക്കെ വേണ്ടിയിട്ടുള്ള ഒന്നില്ലെങ്കിൽ അവിടെ ഡിസ്പ്ലേ ചെയ്യുക. ഹൈജീനിക്കിനെ സംബന്ധിക്കുന്നതാകാം, നമ്മുടെ ഹെൽത്തിനെ സംബന്ധിക്കുന്നതാകാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് കുറച്ച് എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള പോസ്റ്റേഴ്സോ എന്തെങ്കിലുമൊക്കെ ഒന്നില്ലെങ്കിൽ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവണം. ചുമരിലൊക്കെ ഒട്ടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ അങ്ങനെ വെച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ വല്ല ബുക്സ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് അതൊക്കെ ഒന്ന് എടുത്ത് മറിച്ച് നോക്കാം. അല്ലെങ്കിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ ഒന്ന് നമുക്ക് ഒരു 3-4 പ്രാവശ്യമൊക്കെ അവിടെ നിന്ന് വായിച്ച് പഠിക്കാം അല്ലെ. ചില സമയത്ത് നമ്മൾ ഒരുപാട് സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് വായിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് പഠിക്കാം അത് മുഴുവൻ. ഓക്കെ, നമ്മൾ കണ്ടിട്ടില്ലേ അങ്ങനെ? നിങ്ങൾ ഹോസ്പിറ്റൽസിലൊന്നും ഇല്ല, ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അങ്ങനെ ഹോസ്പിറ്റൽസിൽ. എവിടെയെങ്കിലും ഒക്കെ വെയിറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് ഇപ്പൊ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ സമയത്ത് വെയിറ്റ് ചെയ്യേണ്ടോടത്തോ അതുപോലെ തന്നെ ഫാർമസിയുടെ ഫ്രണ്ടിലോ ഒക്കെ ഇതുപോലെയുള്ള ഡിസ്പ്ലേസ് ഉണ്ട്. അപ്പൊ അവിടെ നോക്കി നമുക്ക് വായിക്കാം അല്ലെ. പ്രത്യേകിച്ച് നമുക്ക് അതെ ഉണ്ടാകും. അപ്പൊ ചിലർക്ക് TV ഉണ്ടാകും. TV ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ന്യൂസോ മറ്റു കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ TV യിൽ അവിടെ കാണിക്കുക. ന്യൂസ് കാണിക്കുന്നതായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാകാം. അതുപോലെ തന്നെ കുറെ പോസ്റ്റേഴ്സ് ഒക്കെ വലിയതൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, അമ്മയും കുഞ്ഞും ഒക്കെ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫുൾ ബോഡി ചെക്കപ്പിനെ സംബന്ധിക്കുന്ന എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നു, അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്, ഒത്തിരി ഉണ്ട് അങ്ങനത്തെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുന്നത്. ആൻഡ് സ്യൂട്ടബിൾ പ്ലേസ് പിന്നെ കൊടുക്കേണ്ടത് എന്തിനാണെന്നറിയോ? സ്റ്റോക്ക് സൊല്യൂഷൻ, പൗഡേഴ്സ്, അതുപോലെ ഓയിൻമെന്റ്സ്, എല്ലാ തരത്തിലുള്ള മെഡിസിൻസും കീപ്പ് ചെയ്യാനുള്ള ആവശ്യത്തിന് സ്ഥലം ഉണ്ടായിരിക്കണം. എല്ലാം കൂടി കുത്തിക്കുവേണ്ടി ഒരു ഡിസോർഡർ ആയ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ ഹോസ്പിറ്റൽസിൽ മെഡിസിൻസ് സ്റ്റോർ ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക മാനറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. എല്ലാം കൂടി വാങ്ങിച്ച് സപ്ലൈ ചെയ്ത ആളുകളിൽ നിന്ന് വാങ്ങിച്ചിട്ട് അപ്പൊ തന്നെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളിക്കയറ്റി വെക്കുകയല്ല. അതിനൊരു ഓർഡർ ഉണ്ട് അവർക്ക്. അതുകൊണ്ടാണ് അവർ നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഫാർമസിയിലായിക്കോട്ടെ, നമ്മുടെ പുറത്ത് മെഡിക്കൽ ഷോപ്പിൽ ആയിക്കോട്ടെ, നമ്മൾ പോയിട്ട് മരുന്ന് ചോദിക്കുമ്പോൾ അവര് ഓടി ആ കൃത്യം ആ സ്ഥലത്ത് ചെന്ന് നിന്നിട്ട് അവിടെ നിന്ന് എടുക്കുന്നത് കാണാം. കാരണം ദേ നോ ദാറ്റ്, അവർക്കറിയാം ഇന്ന സ്ഥലത്താണ് ഇന്ന മെഡിസിൻസ് കീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു മെഡിസിൻസിന്റെ എന്തെങ്കിലും ഒരു കോഡ് അവർക്ക് ഉണ്ടായിരിക്കാം. ആ കോഡ് അനുസരിച്ച് അവിടെ അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് അവർ ഓടി അങ്ങോട്ട് ചെല്ലുന്നു. അങ്ങനെ അറേഞ്ച്മെന്റുകൾ ഇല്ലാതാവുമ്പോഴാണ് കടന്ന് തപ്പിത്തരകുന്നു, എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മറിച്ചു കുത്തിയിടുന്നു, പിന്നീട് പ്രശ്നങ്ങളാകും. അപ്പൊ അത്തരം അറേഞ്ച്മെന്റുകൾ മിക്കവാറും എല്ലാവർക്കും ചെയ്തു വെക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന എല്ലാ തരത്തിലും മെഡിസിൻസും, അതായത് ഈ സ്റ്റോക്ക് സൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത് കൂടുതലും നമ്മുടെ ഹൈഡ്രോക്ലോറിക്കും സോഡിയം ഹൈഡ്രോക്സൈഡ് ഒക്കെ പോലെയുള്ള സ്റ്റോക്സ് ആണ്, അത്തരം സൊല്യൂഷൻസ് ആണ്. ഈ മിക്സ് ചെയ്യുന്നത് കുറച്ച് ആസിഡ്സ് ആണല്ലോ, അത് കൂടുതലും ആസിഡ് സ്വഭാവമുള്ള മരുന്നുകളൊക്കെയാണ്. അപ്പൊ അതൊക്കെ സെപ്പറേറ്റ്ലി വെക്കണം. ആസിഡ്സ് ഒക്കെ നമ്മൾക്കറിയാം അത് ഇൻഫ്ലേമബിൾ ആണ്, അപ്പൊ അത്തരം ഫ്ലേമബിൾ ആണ്. അപ്പൊ അത്തരമൊക്കെ വന്ന് മെത്തു വീണാലൊക്കെ നമുക്കൊക്കെ വലിയ ഇഞ്ചുറീസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ പിന്നെ പലതരത്തിലുള്ള പൗഡേഴ്സ്, ഓയിൻമെന്റുകൾ, അപ്പൊ അതൊക്കെ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം സ്പേസസ് എന്ത് ചെയ്തിരിക്കണം, വെച്ചിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ഈ ഇത്തരം മരുന്നുകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ചില മരുന്നൊക്കെ കൂട്ടി പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടി വരും, പുതിയ മെഡിസിൻസ് മാനുഫാക്ചർ ചെയ്യേണ്ടി വരും, കോമ്പൗണ്ട് ചെയ്യേണ്ടി വരും. സോ ദാറ്റ് ഇതിന് വേണ്ടിയിട്ട് ഒരു മാനുഫാക്ചർ റൂം ഷുഡ് ബി ദർ. ഈ പറയുന്ന ഫാർമസിയുടെ തൊട്ടടുത്ത് തന്നെ അതിനൊരു മുറി അതിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കണം. അപ്പൊ എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻസ് മിക്സ് ചെയ്യാനോ പുതിയ മരുന്ന് കണ്ടുപിടിച്ചുണ്ടാക്കാനോ ഒക്കെ ഈ ഫാർമസിയോട് തൊട്ടപ്പുറത്ത് ഒരു റൂമായിട്ട് ഇവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടായിരിക്കും ചെയ്യാം. പിന്നെന്താ, ചീഫ് ഫാർമസിസ്റ്റിന് വേണ്ടിയിട്ട് ഒരു റൂം സെപ്പറേറ്റ് ഉണ്ടായിരിക്കും, ഒരു ക്യാബിൻ ഉണ്ടായിരിക്കും. ക്യാബിൻ ഷുഡ് ബി ഫോർ ഓഫീസ് ചീഫിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസോ ഒരു ക്യാബിനോ അതിന് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കും. ഇതിന്റെ അടുത്ത് തന്നെയാണ്, വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ടല്ല വെക്കേണ്ടത്. പാക്കിംഗ് ആൻഡ് ലേബലിംഗ് ഏരിയ, ഈ മരുന്നുകളൊക്കെ പാക്ക് ചെയ്യാനും അതുപോലെ ലേബൽ ചെയ്യാനും ഒക്കെ അതിന് വേണ്ടിയിട്ട് പർട്ടിക്കുലർ സ്ഥലം ഉണ്ടായിരിക്കണം. കോൾഡ് സ്റ്റോറേജ് ഏരിയ, സം മെഡിസിൻ ഷുഡ് ബി റെഫ്രിജറേറ്റഡ് അല്ലെ. ചില മെഡിസിൻസ് ഒക്കെ നമുക്ക് തണുപ്പ് വേണ്ടി വരും, അതിന്റെ ഇത്ര ഡിഗ്രി സെൽഷ്യസിൽ അതിനെ കൂൾ ചെയ്യേണ്ടിയൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് കോൾഡ് സ്റ്റോറേജ് ഏരിയാസ് അതിനുവേണ്ടി പ്രത്യേകം ഫാർമസിക്കകത്തുണ്ടായിരിക്കും. റിസർച്ച് വിങ്, അതായത് പുതിയ മരുന്നുകളെ കുറിച്ചൊക്കെ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്
പഠിക്കണം. അവർക്ക് വെറുതെ ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവില്ല. അപ്പൊ അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തണമെങ്കിൽ കുറച്ച് പേർക്കൊക്കെ ഇരുന്ന് അതിനെക്കുറിച്ച് റിസർച്ചുകൾ നടത്താൻ, അവരുടെ പഠന യോഗ്യമാക്കാനുള്ള മരുന്നുകളും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഫാർമസിക്ക് അത് കയറിയിരിക്കാൻ പറ്റില്ല. അപ്പൊ അതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് വിങ്, ഒരു ചെറിയ സ്ഥലം അതിനു വേണ്ടിയിട്ട് മാത്രമായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഫാർമസിക്ക് സ്റ്റോർ റൂം ഉണ്ടായിരിക്കണം. എല്ലാ മരുന്നുകളും വാങ്ങിച്ചു വെച്ചേക്കുന്നത് ഇവിടെ കൊണ്ടുവന്ന് റാക്സിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവില്ല. അത് സ്റ്റോർ ചെയ്യാൻ അധികമുള്ളത് നമുക്ക് തീരുമ്പോ എടുത്ത് ഉപയോഗിക്കാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. നമുക്കൊക്കെ വീട്ടില് സ്റ്റോർ റൂം ഇല്ലേ, അതുപോലെ മെഡിസിൻസും ഷുഡ് ബി സ്റ്റോർഡ്. അതിനുവേണ്ടി സ്റ്റോർ റൂംസ് ഉണ്ടായിരിക്കണം. ഈവൺ ലൈബ്രറീസ് ഒക്കെ ഉണ്ട്. ലൈബ്രറീസ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ കഥയും കഥാപുസ്തകമൊന്നും അല്ല. ഇവരുടെ മരുന്നുകളെ കുറിച്ചിട്ട് ഇവർക്ക് ചില കൺഫ്യൂഷൻസ് ഇഫ് ദേ ആർ ഹാവിങ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എന്ത് മരുന്നുകളെ കുറിച്ചിട്ടും സകലമാന ഡീറ്റെയിൽസും അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമ്മളോട് പെട്ടെന്ന് ഇതുപോലെയുള്ള എന്തെങ്കിലും ചോദിച്ചു നമ്മൾ അവിടെ നിന്നിട്ട് വേർത്ത് പോകും അല്ലെ, എന്താണ് ഏതാണ്, പിന്നെ നമുക്ക് എല്ലാം ബ്ലാങ്ക് ആയി പോകും. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ കൊടുക്കാതിരിക്കാൻ പറ്റിയാൽ, അതായത് കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ തന്നെ ആകെ എന്താ പറയാ മൊത്തത്തിൽ ഡൗൺ ആയി പോകും. അപ്പൊ എന്തിനും നമുക്ക് ആൻസേഴ്സ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ. അപ്പൊ അതിനുവേണ്ടി അവർക്ക് വായിച്ചൊക്കെ നോക്കേണ്ടി വരും, റെഫർ ചെയ്യേണ്ടി വരും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ബുക്സുകളൊക്കെ കൊണ്ടു വെച്ചിരിക്കുന്നതിനാണ്. അതാണ് ഇവിടുത്തെ ലൈബ്രറി, അല്ലാതെ വേറെ ബുക്കുകളൊന്നും അല്ല. ഓക്കെ, ദെൻ എന്താണ് പിന്നെ ഒരു റൂംസ് പ്രൊവൈഡ് ചെയ്യും. റേഡിയോ ഐസോട്ടോപ്സ്, നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ നമ്മൾ പഠിച്ചില്ലേ, റേഡിയോളജി, റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ്, ഹൈലി ആക്സലറേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര പവറുള്ള റേസ് ആണ്. അതൊക്കെ യൂഷ്വലി ദേ ഷുഡ് ബി സെപ്പറേറ്റ്ലി സ്റ്റോർഡ്. അതൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ബിക്കോസ് വെൻ ഇറ്റ് റിലീസ് ഓർ ഇത് എന്താ പറയാ, എനി ലീക്കേജ് ഓഫ് ദീസ് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ്, എന്തെങ്കിലുമൊക്കെ ബ്രേക്ക് ഡൗൺ ഒക്കെ വന്ന് ലീക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് എന്ത് വെച്ചും ആകെ പ്രശ്നമാകും. അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഇമേജിംഗ് ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇത്തരം റേഡിയോ ഐസോട്ടോപ്പ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ലോക്ക്ഡ് പ്ലേസ് വെദർ വെൻ ദേ ആർ നോട്ട് ഇൻ യൂസ്. അതായത് ഉപയോഗിക്കാത്ത സമയത്ത് അത്തരം സാധനങ്ങളൊക്കെ എവിടെയെങ്കിലും ലോക്ക് ചെയ്ത് സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ലബോറട്ടറിയിൽ അത് യൂസ് ചെയ്യുകയാണെങ്കിലും അത് എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി വരുന്നതൊക്കെ നമ്മൾ ലോക്ക് ചെയ്ത മുറികളിലായിരിക്കണം സൂക്ഷിക്കേണ്ടത്. ഇനി ഐസോട്ടോപ്സ് നമ്മൾ റെഫ്രിജറേറ്ററിലോ അതുപോലെ ഫ്രീസിംഗ് മാനറിലോ ഒക്കെയാണ് സൂക്ഷിച്ചു വെക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ലാബില് ഫ്രീസറിൽ വെച്ചിരിക്കുകയാണോ, അല്ലെങ്കിൽ ഹോൾവേ എന്ന് പറഞ്ഞാൽ ഈ പാസേജ് ആണ്, നടക്കുന്ന വഴിയാണ്, ആ വഴിയിലൊക്കെയാണ് വെച്ചിരിക്കുന്നതെങ്കിലും എല്ലാ സമയത്തും ഫ്രീസേഴ്സ് ഒക്കെ ലോക്ക്. ഈ ഫ്രീസറൊക്കെ കൊണ്ട് ചിലപ്പോൾ അകത്തൊക്കെ സ്ഥലമില്ലാതിട്ട് ചിലപ്പോൾ പാസേജിൽ ഒക്കെ കൊണ്ടു വെക്കും, നടക്കുന്ന വഴിയെ ഒരു അകത്തോട്ട് എൻ്റർ ചെയ്തിട്ട് അവിടെ വേറൊരു മുറിയിലേക്കൊക്കെ എത്തുന്നത് വരെയുള്ള ഒരു പാസേജിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഫ്രീസേഴ്സ് ഒക്കെ വെക്കും. അപ്പൊ അത്തരം ഫ്രീസേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഷുഡ് ബി ലോക്ക്ഡ്. അതൊക്കെ ലോക്ക് ചെയ്ത് തന്നെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ അതിൽ നിന്ന് പെട്ടെന്നൊക്കെ ആരെങ്കിലും വന്നിട്ട് നമുക്ക് തുറക്കാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. തുറന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ലീക്കേജസ് ഉണ്ടെങ്കിൽ അത് ആളുകളിലേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പല അപകടങ്ങളൊക്കെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാരണം റേഡിയോ ഐസോട്ടോപ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ ദീസ് ആർ ദ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ ഫാർമസി. അപ്പൊ ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ലൊക്കേറ്റഡ് ഇൻ ദ ഫസ്റ്റ് ഓർ ഗ്രൗണ്ട് ഫ്ലോറിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ ആയിരിക്കണം എന്ന് പറഞ്ഞു. ഒപിയില് നമ്മൾ ഒരു ഗ്രാൻഡ് അപ്പിയറൻസ് നൽകുന്ന സ്ഥലത്തായിരിക്കണം നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസി. ആൻഡ് ഷുഡ് ബി വെയിറ്റിംഗ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ആൻഡ് ഓൾസോ അവിടെ എന്താ പറയാ എഡ്യൂക്കേറ്റീവ് പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ലിറ്ററേച്ചറിന് വേണ്ടിയിട്ട്, റീഡിംഗ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റേഴ്സും മറ്റുമൊക്കെ ഡിസ്പ്ലേ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു. ആൻഡ് ഒപി ഷുഡ് ഹാവ് എ പ്രൊഫഷണൽ ലുക്ക്, അതിനൊരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞു. സ്യൂട്ടബിൾ സ്പേസ് ഫോർ സ്റ്റോക്ക് സൊല്യൂഷൻ, പൗഡേഴ്സ്, ഓയിൻമെന്റ്സ് എക്സെട്ര, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സൂട്ടബിൾ സ്പേസ് ഉണ്ടായിരിക്കണം. മാത്രമല്ല മാനുഫാക്ചറിംഗ് റൂം ഉണ്ടായിരിക്കണം. മെഡിസിൻസ് പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള റൂം ഉണ്ടായിരിക്കണം. പിന്നെ ചീഫ് ഫാർമസിസ്റ്റിന് ഇരിക്കാൻ ഒരു സ്പേസ്, ഒരു ഓഫീസ് ഉണ്ടായിരിക്കണം. പാക്കേജിംഗ് ലേബലിംഗ് ഏരിയ വേറെ ആയിരിക്കണം. കോൾഡ് സ്റ്റോറേജ് ഏരിയാസ് ഉണ്ടാവും. റിസർച്ച് വിങ് വേണം. പിന്നെ ഫാർമസിക്ക് ഒരു സ്റ്റോർ റൂം ആവശ്യമുണ്ട്, ലൈബ്രറീസ് ആവശ്യമുണ്ട്. റേഡിയോ ഐസോട്ടോപ്സ് കീപ്പ് ചെയ്യാനുള്ള സ്റ്റോറേജ് ഫെസിലിറ്റീസ്, റെഫ്രിജറേറ്റേഴ്സ് ആയിക്കോട്ടെ, ഫ്രീസേഴ്സ് ആയിക്കോട്ടെ, എന്തായാലും ഇതെല്ലാം ലോക്ക് ചെയ്ത് തന്നെ വേണം നമ്മൾ സൂക്ഷിക്കാനായിട്ട്. ബിക്കോസ് അത് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ആകെ ഡേഞ്ചറസ് സിറ്റുവേഷൻസിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. മനസ്സിലായോ? ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ഫാർമസി ക്ലിയർ ആണോ? ഇൻഫ്രാസ്ട്രക്ചർ മനസ്സിലായോ? എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിക്ക് വേണ്ടതെന്നുള്ളത്? ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്ത സമയമുണ്ടോ?
എടുക്കണോ അടുത്തത്? അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ എടുത്താൽ മതിയോ? ഓടിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ സാധ്യത കുറവാണ്. ഒന്ന് വേഗം വായിച്ചു നോക്കിയാൽ വേണ്ട, എടുക്കുന്നില്ല. 1 മിനിറ്റ് കൊണ്ട് ഞാനിപ്പോൾ എടുത്താല് ചിലപ്പോൾ ചിലർക്ക് അങ്ങോട്ട് ക്ലിയർ ആവില്ല, എല്ലാവർക്കും അല്ല. ചിലപ്പോ കൺഫ്യൂഷൻസ് വരും. പിന്നെ ഞാൻ വീണ്ടും അടുത്ത ക്ലാസ്സിൽ വരുമ്പോ 1 മിനിറ്റ് ഉള്ളൂ. പിന്നെ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യണ്ടേ? പിന്നെ അപ്പൊ ടീച്ചറിന്റെ ക്ലാസ്സിന്റെ 2 മിനിറ്റ് ഞാൻ ഉപയോഗിച്ചതും വെറുതെ ആകും. അടുത്ത ക്ലാസ്സിൽ ഞാൻ വീണ്ടും റിപ്പീറ്റ്. ഒന്ന് വേഗം വായിച്ചു നോക്കുക കേട്ടോ, ജസ്റ്റ് വേഗം ഒന്ന് വായിച്ചു നോക്കുക. എഴുതി വെച്ചത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ഇല്ലേന്ന് നോക്കിയേ. ഒബ്ജക്റ്റീവ്സ് ഇതിനകത്തൊക്കെ ഒന്നും പ്രത്യേകിച്ച് നോട്ടൊന്നും ഉണ്ടാവാൻ വഴിയില്ല. ഓക്കെ, കാരണം ഇതൊക്കെ ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ടോക്സിറ്റിയുടെ ഒക്കെ മീനിങ് അറിയാലോ, വിഷാംശം നിറഞ്ഞത് എന്നൊക്കെയാണ്. ഹോസ്റ്റൈൽ ഇഫക്റ്റ് ആന്റിബയോട്ടിക് ആയിട്ടുള്ള എന്താ പറയാ റിയാക്ഷൻസ് ആണ്. ആന്റിബയോട്ടിക് റിയാക്ഷൻസിനെയാണ് ഹോസ്റ്റൈൽ ഇഫക്റ്റ് എന്ന് വിളിക്കുക. അറിയില്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് വെറുതെ മലയാളത്തിൽ എഴുതി വെക്കുക കേട്ടോ. ആന്റിബയോട്ടിക് റിയാക്ഷൻ, ഹോസ്റ്റൈൽ ഇഫക്റ്റ്, ടോക്സിസിറ്റി, വിഷാംശം.